അകാരണമായി തൊഴിലാളികളെ പുറത്താക്കിയതിനെതിരെ അനിശ്ചിതകാല സമരവുമായി ഗിഗ് തൊഴിലാളികൾ. കോഴിക്കോട് കുന്ദമംഗലം മുറിയനാലിലെ ഫ്ലിപ്കാർട്ട് ഡെലിവറി തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത്. സമരം 16 ദിവസം പിന്നിട്ടിട്ടും പരിഹാരം കാണാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെന്ന് സമരക്കാർ ആരോപിക്കുന്നു. അകാരണമായി തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരെ സമരത്തിലാണ് കോഴിക്കോട് കുന്ദമംഗലം മുറിയനാൽ ഫ്ലിപ്കാർട്ട് ഹബ്ബിലെ തൊഴിലാളികൾ. 16 ദിവസമായി ഇവരിങ്ങനെ സമരം നടത്തുകയാണ്. ആ ഫ്ലിപ്കാർട്ട് മുറിയനാൽ ഹബ്ബിന് മുമ്പിൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇവർ. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളെ അകാരണമായിട്ടാണ് പിരിച്ചുവിട്ടത്. അവരെ തിരിച്ചെടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ മുഴുവൻ യൂണിയനുകളും തൊഴിലാളി യൂണിയനുകളൊക്കെ തന്നെ ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നടന്ന ചർച്ചയിലും അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എങ്ങനെയാണ് ഈ സമരത്തിലേക്ക് എത്താൻ കാരണം? ഈ സമരത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അകാരണമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന 2 തൊഴിലാളികളെ പിരിച്ചുവിട്ടതാണ്. കമ്പനിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇതിൻ്റെ ഒരു റീസൺ ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് ഈ തൊഴിലാളികളെ പിരിച്ചുവിട്ടതെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇവിടെ ഒരു ദിവസം പണിമുടക്കുകയും ആ പ്രതിഷേധം കണ്ട് ഇവിടെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇവിടുന്ന് വേറെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ 5ാമത്തെ ചർച്ചയാണ് കഴിഞ്ഞത്. 5ാമത്തെ ചർച്ചയിലും ഈ മാനേജ്മെൻറ്റിൻ്റെ പിടിവാശിൻ്റെ പുറത്ത് ഈ ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത്. എത്ര പേരാണ് പിരിച്ചുവിട്ടത്? 2 ആളുകളെയാണ് ഇവിടുന്ന് പിരിച്ചുവിട്ടത്. ഈ 2 പേരെ മാത്രം പിരിച്ചുവിടാൻ കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് സീനിയോറിറ്റി ലെവലിൽ ഇപ്പോൾ കേരളത്തിലൊട്ടാകെ തൊഴിലാളികളെ 1750 പീസ് വർക്കുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ടതിന് ശേഷം ചെറിയ തുകക്ക് 1550, 1350 എന്നുള്ള ലെവലിൽ പീസ് റേറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഐഡിയ ആണ് കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത് നെക്സ്റ്റ് ടൈം. ആളിപ്പോൾ ഇതുവരെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ ഒരു ബ്ലാക്ക് മാർക്കോ ആളുടെ കരിയറിൽ ഇതുവരെ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു കാരണമില്ലാണ്ട് ഒരു റിപ്പോർട്ട്, ഒരു വാർണിംഗ് ലെറ്റർ ഒന്നും ഇഷ്യൂ ചെയ്യാണ്ടാണ് അവർ പിരിച്ചുവിട്ടത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. സമരത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കൽ മാത്രമാണോ അതോ നിങ്ങളുടെ ജോലി വേറെ ഒരു ആവശ്യമില്ല? ഞങ്ങളിപ്പോൾ പിരിച്ചുവിട്ട ആൾക്കാരെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ, ആ ഒരു ആവശ്യം മാത്രമേ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. നിലവിൽ അത് മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അതവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവരെന്തോ എത്തിക്സ് കമ്മിറ്റിയൊക്കെ തീരുമാനിക്കണം, അവരെന്തോ വലിയ കഠിനമായ തെറ്റ് ചെയ്യുന്നു, എന്താ ചെയ്യുന്നത് വെച്ചിട്ട് അവർ ഒന്നും പറയുന്നില്ല. ഇവിടെയുള്ള 60 തൊഴിലാളികൾ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ 60ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ 9 ദിവസമായിട്ട് കാലിക്കറ്റ് ക്ലസ്റ്റർ അഥവാ കോഴിക്കോട് ജില്ലയിലുള്ള മുഴുവൻ ഹബ്ബുകളും പണിമുടക്കി ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ജോലിയിൽ നിന്ന് ഇവരെ പിരിച്ചുവിടാനാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംവിധാനം. അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ളത് കൂടിയാണ് ഇവരുടെ ആവശ്യം. ഏതായാലും സമരം ഇപ്പോൾ 16ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ ഒരു പക്ഷേ ഇന്ന് അവസാന ചർച്ച കഴിയുമ്പോഴും അധികൃതരൊന്നും തന്നെ ഇത് പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് ഇതുവരെ ഇത് പരിഹരിക്കാനുള്ള യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.